ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ നമുക്ക് അരി അരച്ച ഉടനെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേറെ കറികളൊന്നും ആവശ്യമില്ല. രാവിലെ നമുക്ക് സമയമൊന്നുമില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാൽ മതി കേട്ടോ. കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു പ്രത്യേക നാടൻ ഫ്ലേവറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലഹാരം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചരി നമുക്ക് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. 1 ഗ്ലാസ് പച്ചരി വെച്ച് ചെയ്താലും അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ പച്ചരിയൊക്കെ നല്ലപോലെ കഴുകി ഒരു 4 മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ അരി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വാർത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ അരി ഇട്ട് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പാകാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് പാകാക്കി എടുക്കാൻ. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തതിന് 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ അരി അരച്ചപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് അളവാണ്. ഇനി ഇതിലേക്ക് ഒരു 8 ചുമന്നുള്ളി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുക്കരുത്, ചുമന്നുള്ളിനെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് ഞാനിവിടെ വറുത്തിട്ടാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരത്തിന്. ഇനി ഇതെല്ലാതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നെയാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കുക കേട്ടോ. കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലപ്പൊക്കെ ചുടുന്ന ഒരു ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പ് ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഓയിലൊന്ന് തടവി കൊടുത്തതിൻ്റെ ശേഷം വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ആയപ്പോഴേക്കും ഏകദേശം ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാന് നല്ലപോലെ ചൂടാക്കിയതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ തയ്യാറാക്കുക എന്ന് പറയുന്നത്.
ഇതിപ്പോൾ ഞാനിവിടെ അരി അരച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. പക്ഷേ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.